ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിയാണെങ്കിൽ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്രഷ് അങ്ങോട്ട് വരുന്നു. അതിനുശേഷം തന്നെ ക്രഷും കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. സാറ് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു, ഇത്രയും വലിയൊരു ഉപകാരം സാറ് എനിക്ക് വേണ്ടി ചെയ്യാൻ സാറിൻ്റെ ആരാ ഞാനെന്ന് ചോദിക്കുന്നുണ്ട്. ആ വീട് തിരിച്ചെടുത്ത കാര്യമാണോ കൺമണി ഈ പറയുന്നത്? അതിന് നീ എൻ്റെ എല്ലാമല്ലേ കൺമണി, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കേ അറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും, അത് നിനക്ക് വേണ്ടി മാത്രമല്ലേ എന്ന് പറയുന്നു. അങ്ങനെ അവർ പരസ്പരം സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്. ഇത് കണ്ടുവരുന്ന ഉണ്ണി തിരുമേനി എന്താ അവിടെ എന്ന് ചോദിക്കുന്നു കേട്ടോ. പെട്ടെന്ന് അവർ പരിസരമൊക്കെ മറക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവർക്ക് ചിരി വരുന്നു കേട്ടോ. അങ്ങനെ തിരുമേനി വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് അവസാനിച്ചല്ലോ, ഈ ഒരു വിഷമവും കുട്ടി വിഷമിക്കേണ്ട എന്ന രീതിയിൽ തന്നെ കൺമണിയോടും കൃഷ്ണനോടും പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും നമ്മുടെ സാഗറിനെ കാണിക്കുന്ന കേട്ടോ. അങ്ങനെ ദേവ്ജി വിളിക്കുന്നുണ്ട്. ദേവ്ജി, ഞാൻ എന്തായാലും ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് വരുന്നു. കൃപയ്ക്ക് സംസാരശേഷി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൾ ആദ്യമായി ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമാണ്, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന രീതിയിലൊക്കെ സാഗർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവ്ജിയോട്. അപ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, എന്താ കാര്യം, അതൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം ദേവ് സാർ എന്ന് പറയുന്നു. അതിനുശേഷം പുതിയൊരു ഡിസൈനർ അവിടെ ചാർജ് എടുത്തിരിക്കുകയാണ്. കൺമണിക്ക് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ശ്രീദേവി എന്നൊരു പുതിയൊരു അവതാരത്തെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് കേട്ടോ മാനസ. അതിന് ശേഷം തന്നെ വലിയ ഒരു എൻട്രിയോട് കൂടി തന്നെയാണ് കേട്ടോ ശ്രീദേവി അങ്ങോട്ട് വരുന്നത്. മാനസയ്ക്ക് ഭയങ്കര സന്തോഷം. ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ വിറപ്പിച്ച് നിർത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കൃഷ് പറയുന്നുണ്ട്, അവൾ എഴുന്നള്ളിയിട്ടുണ്ട്, അവൾ എഴുന്നള്ളി വന്നിട്ടുണ്ട്, ഇനി കാണാമല്ലോ പൂരം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം തന്നെ കൺമണിയോട് പറയുന്നുണ്ട്, നിൻ്റെ എതിരാളി എത്തിക്കഴിഞ്ഞു, നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുന്നു കേട്ടോ. ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കഴിവിലും വിശ്വാസത്തിലും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം കേട്ടോ. അതിനുശേഷം തന്നെ ശ്രീദേവി നമ്മുടെ കൺമണിയെ കാണുന്നുണ്ട്. മാനസയാണെങ്കിലോ അങ്ങ് ഗംഭീരത്തോടു കൂടി തന്നെ ശ്രീദേവിയെ പരിചയപ്പെടുത്തുന്നു. ശ്രീദേവിയാണെങ്കിലോ വലിയൊരു സംഭവം എന്ന രീതിയിൽ തന്നെ കൺമണിയുടെ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് കൺമണിയാണെങ്കിലും മാന്യമായ രീതിയിൽ തന്നെയാണ് നമസ്കാരം പറയുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ അതോടുകൂടി തന്നെ അപ്പം തന്നെ ഒന്ന് ചമ്പുന്നുണ്ട് ശ്രീദേവി, അതുപോലെ മാനസയും. അതിനുശേഷം മാനസ പറയുന്നുണ്ട്, നീ കണ്ടോ, നിൻ്റെ ക്യാമ്പിൽ ഇരിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് അവൾ, ഇനി നിനക്ക് ഇവിടുന്ന് പുറത്ത് പോകാനുള്ള ചാൻസാണ് കൺമണി, നിൻ്റെ ഡിസൈനൊക്കെ നീ പൊളിച്ച് പെട്ടിയിലാക്കി വെച്ചോ എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും മേഡം ഒന്നും വിചാരിക്കേണ്ട, ഇനി ഈ ക്യാബിൻ എന്തായാലും ശ്രീദേവിക്കുള്ളതല്ലേ, ഞാനിവളെ ഇരുത്താൻ വിട എന്ന് പറയുന്നു. ഇനി നിനക്കുള്ളതാണ് കേട്ടോ ഈ ക്യാബിൻ പറഞ്ഞിട്ട് പിടിച്ചിരുത്തുന്നു കേട്ടോ. പിന്നെ ശ്രീദേവിയോടായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് അഹങ്കരിക്കൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കാട്ടിൽ ഒരു 2 സിംഹത്തിൻ്റെ ആവശ്യമില്ല, അത് ഒരാൾ മതി, അത് ഞാനോ അതോ നീയോ അത് തീരുമാനിച്ചാൽ മതി എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ശ്രീദേവിക്ക് ദേഷ്യം വരൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൺമണിയുടെ മുന്നിൽ ആരും പിടിച്ച് നിൽക്കുന്നില്ല ഉറപ്പല്ലേ. അതിനുശേഷം കൃഷിനെയും കൺമണിയെയും കാണിക്കുന്നു കേട്ടോ. കൺമണിയോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു എതിരാളി വന്നിരിക്കില്ലേ, ആര് വന്നാലും എനിക്ക് സാരമില്ല സാർ, എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടല്ലോ, എനിക്ക് സാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആ ക്യാബിനിൽ പുറത്ത് പോയില്ലേ കൺമണി എന്ന് പറയുമ്പോഴത്തേനും അതിനും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മനസ്സിൽ സാറുണ്ടല്ലോ, അത് മാത്രം മതി, ഈ കമ്പനിയിൽ എനിക്ക് ജോലിയുണ്ട്, അത് തന്നെ സന്തോഷം, എൻ്റെ കഴിവിലും എൻ്റെ പ്രവൃത്തിയിലും എനിക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം എനിക്കൊരു കുഴപ്പമുണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ഇനി ആരെന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, നിന്നെ ആരും എന്ത് പറയാനും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ കൃഷി കൺമണിക്ക് വാക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു പ്രൊമോ കഴിയുന്നത്. എന്തായാലും നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും